ഫണ്ട് കാവേരി എൻജിൻ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്ന് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. എല്ലാവർക്കും ടോക്ക് ടുഡേ വിത്ത് സുമേഷ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വർഷങ്ങളായുള്ള ഇന്ത്യയുടെ ഒരു ആഗ്രഹമാണ് നമ്മുടെ രാജ്യത്തിന് സ്വന്തമായിട്ടുള്ള ഒരു ഫൈറ്റർ ജെറ്റ് എൻജിൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കണം എന്നുള്ളത്. മുൻപ് പല രാജ്യങ്ങളെയും ഫൈറ്റർ ജെറ്റ് എൻജിൻ ടെക്നോളജിക്കായി നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം നമ്മുടെ ഈ ആവശ്യം നിരസിക്കുകയാണ് ചെയ്തത്. 1980കളിലാണ് നമ്മൾ കാവേരി എൻജിൻ വികസനവുമായുള്ള പദ്ധതികളുമായി മുമ്പോട്ട് പോയി തുടങ്ങിയത്. ഈ ദൗത്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ ഗവൺമെൻറ് ഏൽപ്പിച്ചത് ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെയാണ്. ഈ പദ്ധതി ആരംഭിച്ചതു മുതൽ പലവിധമായ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമ്മുടെ സ്വന്തമായ ഒരു ഫൈറ്റർ ജെറ്റ് എൻജിൻ യാഥാർത്ഥ്യമാക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞില്ല. എന്തായാലും ആ ഒരു ദൗത്യം ഇപ്പോൾ വിജയം കണ്ടു തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. കാവേരി എൻജിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് നമ്മൾ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ റഷ്യയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളായ ഘാതക്കിൽ ഉപയോഗിക്കാനാണ് നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഉപയോഗിച്ച ആയുധങ്ങളെല്ലാം തന്നെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളാണ്. അത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റമായ ആകാശ് ആയാലും നമ്മുടെ GPS ആയ നാവിക് ടെക്നോളജി ആയാലും അതുപോലെയുള്ള ആയുധങ്ങളാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ രാജ്യം ഉപയോഗിച്ച ഭൂരിഭാഗം ആയുധങ്ങളും. ഈ ആയുധങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലൊരല്പം പോലും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എക്യുപ്മെൻറ്റ്സോ ടെക്നോളജിയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ടെക്നോളജി അല്ലെങ്കിൽ നമ്മുടെ ഈ ആയുധങ്ങൾക്ക് ഇന്ന് ഇൻ്റർനാഷണൽ വെപ്പൺസ് മാർക്കറ്റിൽ വലിയ ഡിമാൻഡ് വന്നിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാർ ഫണ്ട് കാവേരി എന്ന് പറയുന്ന ആ വിഷയം ഒരു വലിയ ട്രെൻഡിങ് ആക്കി നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തം ഫൈറ്റർ ജെറ്റ് എൻജിൻ എന്ന സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കുവാൻ ഇത്രയും നാൾ വേണ്ടി വന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്, വളരെ ചിലവേറിയ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ്. രണ്ട്, ഇതിന് പലവിധമായ ടെസ്റ്റിങ്ങുകൾ ആവശ്യമാണ്, വളരെ നീണ്ട ടെസ്റ്റിങ്ങുകളാണ് അതിൽ പലതും. അതിനുള്ള ഫെസിലിറ്റി നമുക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. മൂന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ പല രാഷ്ട്രീയ കാരണങ്ങളും അതിനെ വളരെ നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ഇതുവരെ കാവേരി എൻജിന് വേണ്ടി ചിലവാക്കിയത് അറൗണ്ട് $400 മില്യൺ ആണ്. എന്നാൽ ആഗോള ഫൈറ്റർ ജെറ്റ് എൻജിൻ നിർമ്മാതാക്കളായ സഫ്രോൺ, റോൾസ് റോയ്സ്, അതുപോലെ ജനറൽ ഇലക്ട്രിക്സ് ഇവരുടെയൊക്കെ എക്സ്പെൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ $400 മില്യൺ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവർക്ക് ഇതിനു വേണ്ടി അവർ ചിലവാക്കുന്നത് അറൗണ്ട് $2.5 ബില്യൺ ആണ്. ഓപ്പറേഷൻ സിന്ദൂരിലെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളുടെ ശക്തി പ്രകടനം കണ്ടതിന് ശേഷം തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് ഫണ്ട് കാവേരി എന്ന്. കാരണം ഒരു ഫൈറ്റർ ജെറ്റ് എൻജിനായി ഇനി ഒരിക്കലും ഫ്രാൻസിൻ്റെയോ റഷ്യയുടെയോ അമേരിക്കയുടെയോ അല്ലെങ്കിൽ UK പിന്നാലെ ഇന്ത്യക്ക് പോകാൻ ഇടവരാതെ വണ്ണം നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സ്വന്തം ഫൈറ്റർ ജെറ്റ് എൻജിൻ എന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും സ്വപ്നമാണ്, ആവശ്യമാണ്, ആവേശമാണ്. അത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം നിഴലിച്ച് കാണുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വന്തം ഫൈറ്റർ ജെറ്റ് എൻജിൻ കാവേരി എൻജിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് വികസിപ്പിച്ചെടുത്ത് റഷ്യയിൽ അതിൻ്റെ ടെസ്റ്റിങ്ങും നമ്മൾ ചെയ്തു തുടങ്ങി എന്ന് പറയുന്നത് ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ വളരെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആകാശം നാവിക്കും പോലെ നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി ഈ കാവേരി എൻജിനും മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം.